ബി.ജെ.പിയുടെ ചോദ്യം, എന്തിനാണ് CPM-ന്റെ നേതാക്കന്മാർ ഇത്രയും ഭയക്കുന്നത്? ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ, ഈ സമരങ്ങളിൽ മുൻ മന്ത്രിമാരും മുൻ MLA-മാരും മുൻ മേയർമാരൊക്കെ വളരെ ഭയത്തോടു കൂടിയാണ് അവരവിടെ നിന്ന് സമരം ചെയ്യുന്നത്. ഇവരെന്തിന് ഭയക്കുന്നു? ശബരിനാഥൻ അവിശ്വാസം കൊണ്ടുവരുമെന്ന് പറയുന്നത് ശബരിനാഥന് ഇവിടെ നഗരസഭയിലൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും യോജിച്ചു നിന്നാൽ പോലും അവിശ്വാസം പാസ്സാക്കാൻ കഴിയില്ല എന്നുള്ളത് BJP ശക്തമായി തന്നെ ഞങ്ങൾ പറയുന്നു. കാരണം ഞങ്ങളെ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഇവിടെ മേയർ ഡെപ്യൂട്ടി മേയറും അധികാരമേറ്റത് ജനവിധിയെ മാനിച്ചാണ്. അതിനെ 5 വർഷം ഭരിക്കാൻ അനുവദിക്കാതെ അവർ 1 ഇഞ്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഈ വാശി CPM-നും UDF-നും ഇവരെന്താണ് ഭയക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, CPM-ന്റെ നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ, ഇവർ വന്ന് നിൽക്കുന്നത് തന്നെ ഭയത്തോടു കൂടിയാണ്. ഇന്നലെ മുൻ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞത് ജനങ്ങളാകെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ്. എവിടെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ ജനങ്ങൾ തൂത്തെറിഞ്ഞതാണ് ഈ നഗരത്തിൽ. ഈ 4 നിയോജക മണ്ഡലങ്ങളിലും CPM ഒരിടത്ത് പോലും വിജയിക്കാൻ LDF-ന് കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ തൂത്തെറിഞ്ഞ ഈ CPM ഈ ജനങ്ങളുടെ അവകാശത്തെ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാറ്റം ആഗ്രഹിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25-ലെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചു തന്നെയാണ്. ആ മാറ്റം ആഗ്രഹിച്ചത് 5 വർഷത്തേക്ക് ജനവിധി BJP കൊടുത്തിട്ടുണ്ട്. 5 വർഷവും BJP ഭരിക്കും. ഇവിടെ പാളയത്ത് അനധികൃത കുടിയേറ്റം, പാർക്കിംഗ് കൊള്ള, വിഴിഞ്ഞത്തെ ഫ്ലാറ്റ് നിർമ്മാണത്തിലുള്ള അപാകതകൾ അടക്കം വിളക്കെടുക്കുന്നതിൽ പോലും അഴിമതി നടത്തിയിട്ടുള്ള 45 വർഷക്കാലത്തെ CPM-ന്റെ LDF-ന്റെയും അഴിമതി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് ഏതറ്റം വരെ പോയാലും ഈ ഭരണസമിതി മേയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാക്ക് കൃത്യമായി പാലിക്കും. 5 വർഷവും ഭരിക്കും. 5 വർഷം കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ച് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നെയായിരിക്കും ഞങ്ങളുടെ ഭരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് CPM-കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഭയപ്പാടൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അഴിമതി നടത്തിയിട്ടുണ്ട്, അത് ജനങ്ങൾക്ക് വ്യക്തമായ തെളിവുണ്ട്. ഭരണസമിതിക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടുന്നുണ്ട്. ആ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ അന്വേഷണങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ അന്വേഷണങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങൾ ഈ അഴിമതി പറയുമ്പോൾ സമയത്ത് ഞങ്ങൾ അഴിമതിക്കാരല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾ വരൂ. അല്ലാതെ ഭരണസമിതിയെ ഞങ്ങൾ ഇപ്പോൾ താഴെയിട്ട് കളയും, ഭരണസമിതിയെ ഞങ്ങൾ അനുവദിക്കില്ല, മേയറുടെ ഓഫീസിലേക്ക് കയറാൻ അനുവദിക്കില്ല, ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന തരത്തിലുള്ള ഇത്തരം നീതികൾ CPM അവസാനിപ്പിക്കണം. അതിന് കുടപിടിച്ചു കൊടുക്കുന്ന UDF-ഉം അതിൽ നിന്ന് പിന്മാറണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കോർപ്പറേഷൻ കൗൺസിൽ വിളിക്കേണ്ട സമയത്തൊക്കെ വിളിക്കും. ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാ ഭയക്കുന്നത്? ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കോർപ്പറേഷൻ നാളെ വിളിക്കുന്നുണ്ടല്ലോ. കോർപ്പറേഷൻ കൗൺസിൽ വിളിക്കാൻ ഒരു ഭയവും ആവശ്യമില്ല. ഭയക്കേണ്ട കാര്യം BJPക്കില്ല, ഭരണസമിതിക്കില്ല. അത് കൃത്യമായി തന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ള ഭരണം ഈ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നഗരസഭയുടെ ഭരണസമിതി കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വമേഖലകളിലും കോർപ്പറേഷനിൽ കിട്ടേണ്ട നീതി ജനങ്ങൾക്ക് കിട്ടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടെ ഭരണസ്തംഭനമുണ്ട്, ഭരണം അനിശ്ചിതത്വത്തിലാണ്, ഭരിക്കാൻ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ രക്ഷപ്പെടാൻ നോക്കണ്ട. കൃത്യമായിട്ടും ഭരിക്കേണ്ട രീതിയിൽ ഭരിക്കാൻ അറിയാവുന്നവർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. കൃത്യമായിട്ട് മേയർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ 45 വർഷക്കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇടപെടലാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മേയറുടെ നേതൃത്വത്തിൽ മേയറുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും ഭയക്കേണ്ട ഒരു കാര്യവും BJPയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതിക്കില്ല. കൃത്യമായി തന്നെ എല്ലാ കൗൺസിലും വിളിച്ചു കൂട്ടി തന്നെ മുമ്പോട്ട് പോകും. വാർഡുകളിലെ 101 വാർഡുകളിലെയും ജനകീയ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട്
അതിൽ BJP എന്നോ CPM എന്നോ കോൺഗ്രസ് ഒന്നുമില്ല. 101 കൗൺസിലർമാരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ വിശദാംശങ്ങളൊക്കെ മേയർ നിങ്ങളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം രാഷ്ട്രീയപരമായി പറയാനുള്ളത്, CPM-ഉം കോൺഗ്രസും നിങ്ങൾ കളിക്കവേള കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ നിങ്ങൾ ഒന്നാകുമെന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ഇനി വരാൻ പോകുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയും അതോടൊപ്പം NDA മുന്നണി തമ്മിലുള്ള മത്സരമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ആ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം കേരളത്തിൽ മാത്രം മാറ്റി നിൽക്കേണ്ട കാര്യമില്ല. കോൺഗ്രസും CPM-ഉം ഒന്നാണ്. അത് തിരുവനന്തപുരം നഗരസഭയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പക്ഷേ നഗരസഭയുടെ നഗരത്തിലെ ജനങ്ങളുടെ രോക്ഷം സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ജനങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ഭരണസമിതിക്കെതിരെ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പുറപ്പാട് എന്താണ്? നഗരത്തിൻ്റെ വികസനങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയെ തള്ളിയ എന്താണ് നിങ്ങൾ? ജനങ്ങൾ ആ രോക്ഷം ഭയന്നാണ് ഇന്ന് നേരം വെളുത്തപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കും ഒക്കെ ഒരു ബോധോദയം ഉണ്ടായത്. ഞങ്ങൾ പിന്തുണയ്ക്കില്ല, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അവിശ്വാസം നിങ്ങൾ കൊണ്ടുവന്നാലും, നിങ്ങൾ സംയുക്തമായി കൊണ്ടുവന്നാലും നിങ്ങൾക്ക് പാസ്സാക്കാൻ കഴിയില്ല. അതിന് യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. ഞങ്ങളത് ഉറപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതി അധികാരമേറ്റത്. 5 വർഷവും പൂർത്തീകരിക്കും. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യം ജനങ്ങൾ BJP-ക്ക് അനുകൂലമായി ചിന്തിക്കുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്.